കുറച്ച് സമയത്ത് ഇതായിപ്പോയി എന്താ പറയാ, സ്തംഭിച്ചു പോയി. പിന്നെയാണ് കുറച്ച് ചേഞ്ച് വരുമ്പോൾ പിന്നെ പോലീസ് പറഞ്ഞ ഇങ്ങോട്ട് വരണ്ട. ഈ ശബ്ദം കേട്ട ഉടനെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഓടി രക്ഷപ്പെടുന്ന പറഞ്ഞു കുറച്ച് സമയത്തേക്ക് നമുക്ക് ഓടി രക്ഷപ്പെടാനുള്ള ഒരു നമ്പറല്ലോ എന്താ സംഭവിക്കുന്ന നമുക്ക് ശരീരം മൊത്തം ഒരു ഇതുപോലെയായിരുന്നു. ഫസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടുകാരെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, കാരണം ന്യൂസ് വരില്ല അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഞാൻ അതിൻ്റെ അടുത്ത് പോകുന്നില്ല ഇങ്ങനെ എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അവരോട്, ഇങ്ങനെ മാർക്കറ്റിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവരെ കേട്ടിട്ട് വെറുതെ ഒരു പേടി വേണമെന്ന് അവരെ ഫസ്റ്റ് വിളിച്ചു പറഞ്ഞത്. എവിടെയാണ് നാട്? എവിടെയാണ്? എൻ്റെ ഇവിടെ പയ്യോളി. എന്തായിരുന്നു ഡൽഹിയിൽ വന്നത്? ഞാൻ ഇവിടുന്ന് ഒരു വണ്ടി എടുത്തിരുന്നു, അതിന്റെ ഒരു NOC വണ്ടിയുടെ പേപ്പർ റെഡിയാക്കാൻ വന്നതാണ്. നാളെ രാവിലെ പോകാനിരിക്കുന്ന, രാവിലെ 5 മണിക്ക് നമ്മളെ മംഗളല്ലേ അതിന് പോകാനിരിക്കുന്ന, രാവിലെ ഒരു 11-12 മണി മുതൽ ഇവിടെ തന്നെ നിയർ തന്നെ ഉണ്ട്. ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതിന്റെ ആശ്വാസം അടച്ചവന്റെ കൃപയാണ്. അത് മാത്രം അടുത്ത വ്രതത്തിലാണ് മാല അടുത്ത ആഴ്ച 19 മലക്ക് പോകുന്നുണ്ട്. അടുത്ത 19 മാല ഇട്ടില്ലെന്ന് വ്രതത്തിലാണല്ലേ, അതെല്ലാം പടച്ചവന്റെ കൃപ കൊണ്ട് രക്ഷപ്പെട്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ ഒരു 5-10 മിനിറ്റുമായി പറഞ്ഞ് ഇവിടെ നിന്നല്ല ഞാൻ കറങ്ങിയിട്ട് അങ്ങോട്ട് പോയെ. എന്തായാലും അത്തരത്തിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ മലയാളി കൂടിയായിട്ടുള്ള അനീഷിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ള വലിയൊരു ആശ്വാസം കൂടി അദ്ദേഹം പങ്കുവയ്ക്കുകയായിരുന്നു. ഈ സ്ഫോടനം ഉണ്ടായ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ അപകടം ഉണ്ടാവുകയും പിന്നീട് വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമായിരുന്നു. ഈ പൊട്ടിത്തെറി ഉണ്ടായ സമയത്ത് ഈ അപകടം എന്താണ് സംഭവിച്ചത് എന്ന് പോലും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. ആളുകളൊക്കെ തന്നെയും സ്തംഭിച്ചു പോവുകയും വലിയ ആശങ്ക ഉണ്ടാവുകയും ചെയ്തിരുന്നു. പിന്നീട് ആളുകളൊക്കെ തന്നെയും ചിതറി ഓടുകയാണ് ചെയ്തിട്ടുള്ളത്. നിരവധി ആയിട്ടുള്ള ആളുകൾ ഒരേ സമയം വിവിധ മേഖലകളിലേക്ക് ചിതറി ഓടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ സ്ത്രീകളും കുട്ടികളും പ്രായമായവരടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. പിന്നീടാണ് ഇതൊരു സ്ഫോടനമാണ് എന്നുള്ളത് മനസ്സിലാവുകയും ചെയ്തിട്ടുള്ളത്. രക്ഷാപ്രവർത്തനങ്ങൾ പോലീസിന്റെയും അതോടൊപ്പം മറ്റു ഉദ്യോഗസ്ഥരുടെയൊക്കെയും ഭാഗത്ത് നാട്ടുകാരുടെ അടക്കം ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയൊരു ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതിന്റെ വലിയൊരു ആശ്വാസം ആയിരുന്നു അദ്ദേഹം ഇപ്പോൾ നമ്മോട് പങ്കുവച്ചത്.